ശ്രീരാജുണ്ട് ഇപ്പോൾ. ശ്രീരാജ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കനത്ത മഴ പെയ്യുന്നുണ്ട്, ഇപ്പോഴും വലിയ ജനസഞ്ചയം ബസ്സിനൊപ്പമുണ്ട്. പറയൂ ശ്രീരാജ്. തീർച്ചയായും വരുണ്യ, നിലവിൽ നമ്മൾ കൊല്ലം ചിന്നക്കട ബസ് ബേയിലാണുള്ളത്. ഇതുവരെയും വിലാപയാത്ര ഇവിടേക്ക് എത്തിയിട്ടില്ല. അത്രത്തോളം തിരക്കാണ് ഈ വഴിയരികിലാകെ ഉള്ളത്. VS-നെ കാത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വഴിയരികിലെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. കൊല്ലത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വലിയ തിരക്ക് ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തുന്ന ആളുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിശ്ചയിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് പോലും നിരവധി ആളുകൾ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്നുണ്ട്. പള്ളിമുക്കും പോളയത്തോടും അടക്കം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരുള്ള ഒട്ടുമിക്ക ഇടങ്ങളിലും നിരവധി ആളുകൾ, നാട്ടുകാരടക്കം VS-നെ കാണാൻ ഒത്തുകൂടിയിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ ചെറിയ സമയമെങ്കിലും ഇത്തരത്തിൽ VS-നെ കാണാനുള്ള, VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ താമസമാണ് ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങാനെടുക്കുന്നത്. സമാനമായ സാഹചര്യം തന്നെയായിരുന്നു നേരത്തെ കൊല്ലം ജില്ലയിലേക്ക് കടന്ന എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്നത്. ജില്ലയിലേക്ക് കടന്നപ്പോൾ പള്ളിമുക്കിലടക്കം വലിയ തിരക്ക്, ഇത്തരത്തിൽ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തുന്നവരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലാകെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും കൊല്ലം ജില്ലയുടെ പ്രത്യേകത അടക്കം നമുക്കറിയാം. ഒട്ടനവധി സമരങ്ങൾ കണ്ട ഒരു ജില്ല, കശുവണ്ടി തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം സമരങ്ങൾ കണ്ട, പോരാട്ടങ്ങൾ കണ്ട ഒരു ജില്ല. ചൂരനാട് വിപ്ലവം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ വിപ്ലവം അടക്കം കണ്ട ജില്ല. ആ ജില്ലയിൽ സ്വാഭാവികമായും ഇത്രത്തോളം ആളുകൾ, പാർട്ടിയുടെയും ശക്തമായ വേരോട്ടമുള്ളൊരു ജില്ല. സ്വാഭാവികമായും അത്രത്തോളം ആളുകൾ VS-നെ കാണാനായിട്ട്, VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായിട്ട്, VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് വഴിയുടെ ഇരുവശങ്ങളിലും ഒത്തുകൂടുന്നുണ്ട്. അത്രത്തോളം ആളുകൾ തന്നെയാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തുമുള്ളത്. അപ്പോൾ സമയം 3 മണി പിന്നിട്ടിരിക്കുന്നു. ഈ സമയത്തും ഈ പ്രതികൂല കാലാവസ്ഥയിലും, വലിയ മഴയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവരെല്ലാം തന്നെ ഇവിടെ എത്തി നിൽക്കുന്നത് VS അച്യുതാനന്ദൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. നിരവധി ആളുകൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കുട ചൂടിക്കൊണ്ട് കസേരയെല്ലാം തന്നെ തിരിച്ച് തലയിൽ പിടിച്ചുകൊണ്ട് എല്ലാം തന്നെയാണ് ആളുകൾ ഈ വിലാപയാത്രയും കാത്തു നിൽക്കുന്നത്. അത്രത്തോളം പ്രതിസന്ധികളുണ്ടെങ്കിലും, എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇവരെല്ലാവരും തന്നെ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ കൂടിയിട്ടുള്ളത്, ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത്. മനുഷ്യർ ഒത്തുകൂടുന്ന ഇടങ്ങളിലെല്ലാം VS-ൻ്റെ സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം, VS നടന്ന വഴികളിലെല്ലാം എല്ലായിടത്തുമുള്ള മനുഷ്യരെല്ലാം ഒന്നാകെ ഈ VS-നെ കാണാനായി, VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ എല്ലാം സംസാരിച്ചപ്പോൾ കണ്ടതാണ്. വിവിധ ജില്ലകളിലുള്ള ആളുകൾ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടേക്ക് വരികയും ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് വരികയും ആ വിലാപയാത്രയെ അനുഗമിക്കുന്ന കാഴ്ചയെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യന്, ഒരു രാഷ്ട്രീയ നേതാവിന്, ആ രാഷ്ട്രീയ നേതാവിൻ്റെ ആ മനുഷ്യർ, ആ സമൂഹത്തിലെ മനുഷ്യർ കൊടുക്കുന്ന ഏറ്റവും വലിയ വിടവാങ്ങലാകും, അല്ലെങ്കിൽ ഏറ്റവും വലിയ അന്ത്യാഭിവാദ്യമായിരിക്കും VS അച്യുതാനന്ദൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഈ കനത്ത മഴയിലും, ഈ കോരിച്ചൊരിയുന്ന ഈ മഴയിലും ഈ മനുഷ്യർ കാത്തു നിൽക്കുന്ന ഈ മനുഷ്യർ കാത്തു നിൽക്കുന്ന VS അച്യുതാനന്ദൻ എന്ന ആ മനുഷ്യൻ, അത് വ്യക്തമാക്കുന്നത് എത്ര കണ്ട് ഈ VS അച്യുതാനന്ദൻ എന്ന VS എന്ന രണ്ടക്ഷരം ഈ മനുഷ്യർക്കെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഈ മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ VS-ൻ്റെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പോകുന്ന വഴിയരികിലെല്ലാം തന്നെ സ്ത്രീകളും കുട്ടികളുമടക്കം അനവധി ആളുകൾ ഈ VS-നെ കാണാനായി എത്തുന്നുണ്ട്. ഓരോ മനുഷ്യർക്കും VS അച്യുതാനന്ദൻ സ്വാധീനം ചെലുത്തിയത് ഓരോ തരത്തിലായിരുന്നു. ഓരോ മനുഷ്യർക്കും VS എന്ന രണ്ടക്ഷരം പലതായിരുന്നു. പല തരത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം ലഭിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അവരെല്ലാവരും തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. VS-ന് വേണ്ടിയിട്ട് അവസാനമായി VS-ന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം വിളിക്കാൻ, കണ്ണേ കേരളേ VS എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കാനാണ് ഈ ജനവിഭാഗങ്ങളാകെ, ഈ മനുഷ്യരാകെ ഈ മണ്ണിലേക്ക്, ഈ കൊല്ലത്തിൻ്റെ ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്, ഒത്തുകൂടിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇവരെല്ലാവരും തന്നെ കുറേക്കാലം മുൻപ്, വർഷങ്ങൾക്ക് മുൻപ്, VS ഇപ്പോൾ പൊതു രാഷ്ട്രീയ രംഗത്ത് നിന്നും മാറി നിന്നിട്ട് ഏകദേശം 5-6 വർഷമല്ലേ ആകുന്നുള്ളൂ. അതിനേറെ മുൻപ് VS-ൻ്റെ സജീവമായ രാഷ്ട്രീയ കാലയളവിൽ VS നടത്തിയ ശക്തമായ സമരങ്ങളുടെ
കാലഘട്ടത്തിൽ VS വന്നിരുന്ന വേദികളിലെല്ലാം ആ വേദികളുടെ ഏതെങ്കിലും മൂലകളിൽ ഇവരുണ്ടായിരുന്നിരിക്കാം. ഇവർ മുദ്രാവാക്യം വിളിച്ചിരുന്നിരിക്കാം. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ഇവർ വിളിച്ചിരുന്നിരിക്കാം. ഇവരേറ്റു വിളിച്ചിരുന്നിരിക്കാം ആ മുദ്രാവാക്യം അവസാനമായി ആ രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി വിളിക്കാനാണ് ഈ കണ്ട ജനങ്ങളാകെ ഈ വഴിയോരത്ത് ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഇങ്ങനെ തടിച്ചുകൂടുന്നത്. നിശ്ചയിച്ച സ്ഥലങ്ങൾക്ക് പുറമെ എവിടെയെല്ലാം മനുഷ്യർ ഒത്തുകൂടാറുണ്ടോ അവിടെയെല്ലാം ആ മനുഷ്യരും ഈ 3 മണി സമയത്ത് ഈ കോരിച്ചൊരിയുന്ന മഴയിലും അവർ ഒത്തുകൂടുന്നത് VS അച്യുതാനന്ദൻ എന്ന ആ മനുഷ്യന് വേണ്ടിയിട്ടാണ്. ആ മനുഷ്യൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനാണ് ആ മുദ്രാവാക്യം കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി അവർ ആ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ട് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്കെല്ലാവർക്കും VSനെ ഒരു നോക്ക് കാണാനുള്ള അവസരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് വിലാപയാത്ര ഇത്രയും താമസിക്കുന്നത്. കരുതിയിരുന്ന സമയങ്ങളെല്ലാം പിന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ട് എന്നിട്ടും ഈ ഈ ചിന്നക്കട ബസ് ബേയിലേക്ക് എത്താൻ വിലാപയാത്ര ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പള്ളിമുക്കിലും പോളയത്തോടുമടക്കം നിരവധി ആളുകൾ ഇത്തരത്തിൽ VSൻ്റെ വിലാപയാത്ര അത് നോക്കി നിൽക്കുന്നുണ്ട്. അവർ പൂച്ചെണ്ടുകളുമായി അതുപോലെ തന്നെ മുദ്രാവാക്യം വിളികളുമായി അവർക്ക് അവസാനമായി VSനെ ഒന്ന് കാണാനായി ഈ വഴിയോരങ്ങളിലാകെ ഈ തെരുവീഥികളിലാകെ അവർ നിൽക്കുമ്പോൾ VS ചേതനയേറ്റ ശരീരമായി വരുമ്പോൾ അത് അത്രത്തോളം വൈകാരികമായ ഒരു കാഴ്ച തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇവർ തിരികെയൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്ന മനുഷ്യരാണ് VSൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം കൂടെ നിന്ന VSൻ്റെ ആശയങ്ങൾക്കൊപ്പം നിന്ന തിരികെയൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്ന മനുഷ്യർ അവർ വിശ്വസിച്ചിരുന്ന അവർ തണലായി കരുതിയിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ചേതനയേറ്റ് ശരീരമായി വിലാപയാത്രയിൽ അവരുടെ മുന്നിലൂടെ വരികയാണ്. ഏറ്റവും വൈകാരികമായ സാഹചര്യമാണ്, വൈകാരികമായ നിമിഷമാണ്, വൈകാരികമായ ഒരു കാര്യമാണ് ഈ ഇവിടെ നിൽക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വിലാപയാത്ര, അർഹിക്കുന്ന തരത്തിലുള്ളൊരു അന്ത്യാഭിവാദ്യം VS അച്യുതാനന്ദന് ലഭിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ മനുഷ്യൻ എന്താണോ അർഹിക്കുന്നത് ഈ നാടും ഈ നാട്ടുകാരും ഈ മനുഷ്യരുമെല്ലാം തന്നെ ആ മനുഷ്യന് അർഹിക്കുന്ന തരത്തിലുള്ള അന്ത്യാഭിവാദ്യം കൊടുക്കുകയാണ്. ചേട്ടാ എവിടെ നിന്നാണ് വന്നേ? കുണ്ടറ. എപ്പോൾ വന്നെയാ? 5 മണി. കനത്ത മഴയിലും കസേരയൊക്കെ VSനെ കാണാൻ നിൽക്കുകയല്ലേ? VSനെ കണ്ടില്ലേ പിന്നെന്താണ് ജീവിതത്തിൽ VS പഠിക്കേണ്ട റെഫറൻസ് പുസ്തകമാണ് VS. ഒരിക്കൽ കൂടി VSനെ അവസാനമായിട്ട് കാണാൻ വന്നതല്ലേ? അതെ. ഈ മഴയത്തും കണ്ടിട്ടേ പോകത്തുള്ളൂ. എന്താ VSനെ പറ്റി ഓർക്കുമ്പോൾ പറയാനുള്ളത്? VS എല്ലാ മനുഷ്യരും പഠിക്കാൻ പറ്റിയ ഒരു റെഫറൻസ് പുസ്തകമാണ്. VSന് പകരം VS മാത്രമേ ഉള്ളൂ. അതാണ് VSന് പകരം VS മാത്രമേ ഉള്ളൂ എന്ന കാര്യങ്ങൾ നിരവധി ആളുകൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ തന്നെ കേട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലും സ്വാധീനിക്കപ്പെടാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ എന്ന ആ നേതാവ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഈ മനുഷ്യർ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ചെറിയ കുട്ടികൾ, അവരൊന്നും ഒരുപക്ഷെ VS അച്യുതാനന്ദനെ നേരിട്ട് കണ്ടിട്ടുകൂടി ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ അവർ ജനിക്കുന്നതിന് മുൻപേ VS പൊതു രാഷ്ട്രീയത്തിൽ നിന്നും പിന്നോക്കം പോയി അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഘട്ടത്തിലായിരിക്കാം ഈ കുട്ടികളിൽ പലരും ജനിച്ചത് തന്നെ. എന്നിട്ടും അവരും കണ്ണേ കരളെ VS എന്ന ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കാനായി ഈ തെരുവീഥികളിലെല്ലാം അവരുണ്ട്. പ്രായഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, ഏതെങ്കിലും വർണ്ണത്തിൻ്റെയോ വേഷത്തിൻ്റെയോ എല്ലാം അതീതമായി ഈ മനുഷ്യരാകെ ഇവിടെ ഒന്നിക്കുന്നത് VS അച്യുതാനന്ദൻ എന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ടാണ് ഇവർ ഒന്നാകെ ഒന്നിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ, സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ, കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള മനുഷ്യർ ഈ VS അച്യുതാനന്ദൻ എന്ന ആ VS എന്ന 2 വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ രാത്രിയിൽ ഈ 3 മണി സമയത്ത് കോരിച്ചൊരിയുന്ന മഴയിലും അവരിവിടെ എത്തി നിൽക്കുന്നു. അത്രത്തോളം ഈ നാട് ആ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ സമൂഹം, നമ്മൾ മലയാളികളടക്കമുള്ള വലിയ സമൂഹം ആ മനുഷ്യനോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു അതെല്ലാം വിളിച്ചു പറയുന്ന തരത്തിലാണ് ഇപ്പോൾ VS അച്യുതാനന്ദന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യാഭിവാദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിലെല്ലാം ഒട്ടനവധി ആളുകൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കനത്ത മഴയിലും കുട ചൂടി
ഏതെല്ലാം തരത്തിൽ മഴയെ പ്രതിരോധിക്കാമോ അത്തരത്തിലെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അതും കഴിയാത്ത ആളുകൾ മഴ നനഞ്ഞുകൊണ്ട് അവരുടെ പ്രായമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും പരിഗണിക്കാതെ മഴ നനഞ്ഞ് VS അച്യുതാനന്ദൻ എന്ന ആ വ്യക്തിയെ, ആ മനുഷ്യനെ കാണാനായി, ആ മനുഷ്യൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഈ തെരുവോരങ്ങളിൽ, ഈ വഴിയോരങ്ങളിലെല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ നിൽക്കുന്ന ഈ മഹാസഞ്ചയത്തിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ടാകാം. CPIM പ്രവർത്തകരോ അനുഭാവികളോ മാത്രമായിരിക്കില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെടുന്ന ആളുകൾ, ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാത്ത ആളുകൾ, അങ്ങനെ എല്ലാ ആളുകളും VSന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ 3 മണി സമയത്ത് ഈ കോരിച്ചൊരിയുന്ന മഴയിൽ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുള്ളത്. അത്രത്തോളം മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യനായിരുന്നു VS അച്യുതാനന്ദൻ. ചേട്ടാ എപ്പോഴാണ് വന്നേ? ഞാനൊരു 8 മണി കഴിഞ്ഞു. നല്ല മഴയുണ്ടല്ലോ, കണ്ടിട്ടേ പോകുന്നു. VSനെ കണ്ടിട്ടേ പോകുന്നു. തന്നെ എന്തിനാ വന്നേ? എന്തിനാ കണ്ടിട്ടല്ലേ പോകാൻ പറ്റുമോ? എന്താ VSനെ പറ്റി ആലോചിക്കുമ്പോൾ ഉള്ള കുഞ്ഞുനാൾ മുതലേ ഞാൻ കേൾക്കുന്ന ഒരു പേര്, കണ്ടു വളർന്നതും പ്രത്യേകിച്ച് ഈ സമരമുഖങ്ങളിലൊക്കെ ഏറ്റവും മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട്.